ചേട്ടാ എന്തെടുക്കുക? അതെ, ഗൂഗിള് പറയുന്നത് ഇവിടെ ഇരുന്ന ഇപ്പൊ ഒരു ഉപഗ്രഹം കാണാൻ പറ്റുമെന്ന്. നാസയുടെ അത് നോക്കിയിരിക്കുവോ ഞാൻ ഇവിടെ. നാസയുടെയോ? കോമഡി ആയിട്ടുണ്ട്. അതെ, എനിക്ക് മാങ്ങ പൊട്ടിച്ചു തരുമോ? മാങ്ങ പൊട്ടിക്കാനോ? ആ, മാങ്ങ കുറച്ചു തരാൻ. എവിടെന്ന്? അവിടെ നമ്മുടെ മരത്തേന്ന്. ഇപ്പൊ എന്തോ മാങ്ങ തിന്നൊരാഗ്രഹം? മാങ്ങ തിന്നാൻ പ്രത്യേക ആഗ്രഹമൊക്കെ വേണോ? വെയിലൊക്കെ അല്ലേ, ജ്യൂസ് അടിച്ചു കുടിക്കാനൊക്കെ വിചാരിച്ചു. വാ, പൊട്ടിച്ചോ? മരത്തെ കയറേണ്ടി വരുമോ? ആ, എനിക്ക് കൈ എത്താത്ത കാരണോണ്ടാ. അല്ല, ഫോണൊക്കെ ഇവിടെ വെച്ചോ. എന്തിനാ വെറുതെ ഫോണൊക്കെ കൊണ്ടോ? ഇനി അല്ല, പുതിയ ഫോണല്ലേ, വെറുതെ എന്തിനാ പൊട്ടിക്കുന്നേ? നമുക്ക് മരത്തിൽ കയറിയിട്ട് വരാം. വാ. എന്തായി? എന്തെങ്കിലും കിട്ടിയോ? എടാ, അതിന്റെ ഹിസ്റ്ററി മൊത്തം ഡിലീറ്റ് ചെയ്ത് വെച്ചേക്കുവാ. കോൾ ലോഗ് ഇല്ല, വാട്സാപ്പ് ഇല്ല. എല്ലാം നോക്കിയോ? നോക്ക്. എല്ലാം കളഞ്ഞേക്കുവോ? അതാ പറഞ്ഞതിൽ എന്തോ ഉടായ്പുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല. സാരില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഇനി എന്താന്ന് വെച്ചാ ബാ. എന്താ അടി വെച്ച? എന്താ പറ്റിയേ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ. ഇവിടെ വെറുതെ ഈ കൊതുകടി കൊണ്ട് എന്തിനാ ഈ ചുമ്മാ ഇരിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ. ആ, കാര്യം പറ. എന്തോ ഉണ്ടല്ലോ. എന്താ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? എന്താ പറ്റിയത്? അമ്മ, കുറച്ച് ദിവസമായിട്ട് നിഖിലിന് എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങള് പെരുമാറ്റത്തില്. എന്ത് മാറ്റം? എനിക്കൊന്നും തോന്നിയിട്ടില്ല. എന്ത് മാറ്റം? എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്നോട് അധികം സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. ഞാനതെങ്കിലും സംസാരിക്കാൻ പോയി ഒഴിഞ്ഞു മാറുന്നു. എന്തൊക്കെയൊക്കെ എൻ്റെ അടുത്ത് മറച്ചു വെക്കുന്ന പോലെയാണ്. ഇതൊക്കെ നിനക്ക് ഇപ്പോഴാണ് അറിയാന്നുള്ളത്. കൊച്ചെ, നീ കണ്ട സ്വഭാവമൊന്നും അല്ല അവന്റെ യഥാർത്ഥ സ്വഭാവം. നീ കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ആ, എന്താ? നേരത്തെ ഞാൻ പറഞ്ഞ നിന്നോട് നിങ്ങൾ ശരിയാവത്തില്ലെന്ന്. കാരണം എന്താ? നീ എന്തിനാ ഇപ്പൊ വിഷമിച്ചിരിക്കുന്ന? എന്താ കാരണം? എന്തുകൊണ്ടാവും മിണ്ടാതെ നടക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. അവനിപ്പോ കുറെ ദിവസമായിട്ട് ഫോൺ തന്നെയാ. അവൻ ആരെടുത്തോടുത്ത് 1 മണിക്കൂർ നേരം സംസാരിക്കുന്നു. ഞാൻ ഫോൺ നോക്കി കഴിഞ്ഞപ്പോ ഫോണിൽ ലോഗും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ നീ ഇപ്പൊ ആദ്യമായിട്ട് കാണണല്ലേ? ഇതൊക്കെ ഞാൻ എത്ര നാളുകൊണ്ട് കാണാണ്. ഒരു 8ാം ക്ലാസ് പോലെ തുടങ്ങിയതാ അവന്റെ ഈ പരിപാടി. 8ാം ക്ലാസ് തൊട്ടോ? ആ, എന്നും ഓരോ പ്രേമാണെന്നേ അവന്. എന്തോരം കാമുകിമാർ, എനിക്ക് പേര് പോലും ഓർമ്മയില്ല. എത്ര എണ്ണത്തിന്റെ പേരാ ഓരോ ദിവസവും എന്ന് പറയുന്നത്. പിറ്റേ ആഴ്ച പുതിയ ഒരാളുടെ പേര് പറയും. ഏതാണ്ട് നിരഞ്ജന രാധാകൃഷ്ണനോ മായാ സേവ്യറോ, പിന്നെ എന്തൊക്കെയോ പേരുകൾ എനിക്ക് മറന്നു. ഇത് ഈ നിന്നെ കൊണ്ടുവരുന്നതിന്റെ കഴിഞ്ഞ ആഴ്ചയും കൂടെ ആ നിരഞ്ജന രാധാകൃഷ്ണന്റെ പേര് പറയുന്ന കേട്ട്. എനിക്കറിയാമല്ലോ. നീയൊന്നും പോയി അവനോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും നീ അവന്റെ വയറുകൾ എന്നെ കേൾപ്പിക്കരുത്. ഇപ്പൊ തന്നെ എനിക്ക് മതിയായിരിക്കുകയാണ്. ഇനി എനിക്ക് അതും കൂടെ സാധനങ്ങളെ കാര്യത്തിൽ എന്റെ പൊന്നു വെച്ച് എന്നെ കുറിച്ചൊന്നും പറയാക്കരുതേ. നിങ്ങളായി നിങ്ങളെ പാടായി. ഞാനിതിലൊന്നും ഇല്ല കേട്ടോ. നീ വിഷമിച്ചിരിക്കണോണ്ട് ഞാൻ ചോദിച്ചതന്നേ ഉള്ളൂ. ഞാൻ ആഷികേ, പല വിവരം കിട്ടിയോ? എടാ, ഞാനിങ്ങനെ സംഭവം അറിഞ്ഞ്. കുട്ടിയുടെ പേരെന്തെന്നാ പറഞ്ഞേ? എടാ, നിരഞ്ജന രാധാകൃഷ്ണൻ. നിരഞ്ജന. എടാ, വീട് എവിടെയാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വീട് കൊല്ലത്തെ ഏരിയയിൽ എവിടെ ആയിരുന്നു, മറന്നുപോയി ഞാൻ. നമ്മുടെ കൂടെ പഠിക്കുന്ന നിരഞ്ജന രാധാകൃഷ്ണൻ അല്ലേ? അതെടാ, അവിടെ 10ൽ നമ്മളോട് പഠിച്ചില്ലയോ? ഞാനും അവളെ കുറെ നാൾ നടന്നേ. അവളൊരു 1 year മുന്നേ സൂയിസൈഡ് ചെയ്തായിരുന്നു. എടാ, 1 വർഷം മുമ്പേ അവളുടെ വീടിന്റെ മുന്നിലുള്ള കെണ്ടിച്ചാരി അവള് സൂയിസൈഡ് ചെയ്തു. നിരഞ്ജന രാധാകൃഷ്ണനോ? അല്ല, MG രാധാകൃഷ്ണൻ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവള് മരിച്ചെന്നോ? യെസ്, ഷീ ഈസ് ഡെഡ്. 10ൽ നമ്മളോട് പഠിച്ചത്. എന്റെ പൊന്നളിയാ, പഠിച്ചോ പഠിച്ചില്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞ നിരഞ്ജന രാധാകൃഷ്ണൻ ആണെങ്കിൽ സംഭവം ഇങ്ങനെയാണ്, സൂയിസൈഡ് ചെയ്തു. എടാ, അപ്പൊ ഈ മെസ്സേജ് അയക്കുന്ന ആരാ? എനിക്ക് എന്റെ പൊന്നളിയാ, നിനക്കാരെ മെസ്സേജ് അയക്കണമെന്ന് എനിക്കറിയാവോ? നിന്റെ ഫോണല്ലേ? എടാ, അവളാന്നും പറഞ്ഞ് എനിക്ക് ഒരുത്തി ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക കുറച്ച് ദിവസമായിട്ട്. അത് ഒരുത്തിയാണ് നിനക്കെന്താ ഉറപ്പ്? അവള് തന്നെ പറഞ്ഞ ഇത്. അല്ലാതെ
അല്ലാതെ ആരടാ എനിക്കിങ്ങനെ അയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിപ്പോ നിന്നെ പറ്റിക്കാൻ ആരെങ്കിലും ചെയ്തൂടെ? നിന്റെ ഭാര്യ ചെയ്തൂടെ? എടാ തന്നെയെ കാണുന്നതന്നെ ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂർ വെച്ചല്ലയോ, അല്ലാതെ അവൾക്ക് ഈ കഥയൊന്നും അറിയത്തൊന്നുമില്ല, അനിയത്തിക്കും അറിയത്തൊന്നുമില്ല. അവിടെ കുഞ്ഞല്ലയോ ഒന്ന് ഞാൻ പത്തി പിടിക്കുമ്പോ. എന്റെ പൊന്നലിയാ, എനിക്കത് പറയാനൊന്നുമില്ല. ചേടാ ഇതെന്തൊരു കാര്യമെന്ന് പറഞ്ഞത്. നീയേ നീ എന്നെ വിളിക്കണ്ട. എടാ ആശികേ, ഹലോ ഹലോ. ചേടാ ഇത് പാര്. കുടിച്ചോ കുടിച്ചോ. പണ്ടേ ഉള്ള പരിപാടിയല്ലേ ഫേക്ക് അക്കൗണ്ടിൽ കിട മെസ്സേജ് അയക്കുന്നത്. ആർക്ക്? നിന്റെ ഫ്രണ്ട്സും നീ ശരിക്കറിയാം കാണിച്ചാലും കൈയോടെ മെസ്സേജ് അയക്കുന്നത്. എന്ത് വന്നില്ലേ? ഫോൺ എന്ത് കുത്തിയിട്ടേക്കുന്നു. ഞാൻ പശുവിന് ഇത് കൊടുക്കാൻ വേണ്ടി വന്നാ. കുത്തിയിട്ടേക്കുന്നു. അപ്പൊ ഇതാരാ മെസ്സേജ് അയക്കുന്നത്? അല്ല ആരും മെസ്സേജ്. നിന്റെ കൂട്ടുകാരികളൊക്കെ ചേർന്നിട്ട് എനിക്കറിയാം. ഞാൻ പൊക്കും കേട്ടോ. എന്റെ ഹാക്ക് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്താ വയ്യ? നീ മറ്റേ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ നിന്റെ കൂട്ടുകാരെ കൊണ്ട് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ എന്തിനാ എന്റെ കൂട്ടുകാരെ കൊണ്ട് മെസ്സേജ് ചെയ്യിപ്പിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും പറയാണ്ട് ചേട്ടൻ്റെ ഡയറക്റ്റ് പറഞ്ഞാൽ പോരെ? അപ്പൊ പറഞ്ഞാ മതി. ഇവനെന്തിനാ ഇത്? രാധാകൃഷ്ണൻ അല്ലേ? അതല്ലേ ചേട്ടൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിക്കോളാം. ശരി. അതെ ഒന്നിങ്ങന്നേ. എന്തുവാ നീയല്ലേ? എന്ത് ഞാനല്ലേന്ന്? ചേട്ടൻ കുറെ കള്ളത്തരം നമ്മൾ പൊക്കുന്നുണ്ട്. എന്ത് കള്ളത്തരം? ചേട്ടനെ ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ടെന്നും വിളിക്കുന്നുണ്ടെന്നും ഒക്കെ ചേച്ചിക്ക് നല്ല രീതിക്ക് ഡൗട്ട് ഉണ്ട്. ചേച്ചി എന്തെങ്കിലുമൊക്കെ ചേട്ടൻ പിടിക്കും, ഉറപ്പാ. ചേച്ചി അത് പറയുകയും ചെയ്തു എൻ്റെ അടുത്ത്. ഞാൻ പിന്നെ പറഞ്ഞില്ല അത് ഫ്രണ്ട്സ് ഒക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇത് ആരോ ഫേക്ക്. ഞാൻ എവിടെ പോകുന്നുണ്ടെന്ന് എനിക്കത് കാണണല്ലോ. ഒന്നുകിൽ അവളുടെ ഗ്യാങ് അല്ലെങ്കിൽ നിന്റെ ഗ്യാങ്. എനിക്ക് ഈ ഭൂതപ്രായങ്ങളൊന്നും വിശ്വാസമൊന്നുമില്ല. ഞാൻ മേടിക്കത്തില്ല. എന്തായാലും ഞാൻ മെസ്സേജ് അയക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലും പറയണേ ഞാൻ ഡയറക്റ്റ് പറയത്തുള്ളൂ. ഇനി ഈ ഫേക്ക് അക്കൗണ്ടിൽ മെസ്സേജ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ പറ്റിക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല. ഞാൻ കണ്ടുപിടിക്കും. ഞാൻ എവിടെ വരെ പോകുന്നു എന്നറിയാൻ. അല്ലാതെ എനിക്ക് അവളുടെ അടുത്തൊന്നും നിന്റെ അടുത്തൊന്നും കള്ളത്തരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ചേച്ചി പിടിക്കും. അപ്പൊ നല്ലൊരു പൊട്ടിത്തെറി ഉണ്ടാവും വീട്ടിൽ. പൊട്ടിത്തെറി ഉണ്ടാവും എത്രയും പെട്ടെന്ന്. ഇനി പ്രേതവും കാണുവാണോ? അതാണ് എനിക്ക് ഡൗട്ട്. അല്ല രാധാകൃഷ്ണനോടൊന്ന് പറഞ്ഞാ കേട്ടോ. അവളോടും പറഞ്ഞേക്ക്. കാണിച്ചു തരാം. എനിക്ക് പേടിയൊന്നുമില്ല. കൊറേ ദിവസം ഞാൻ സഹിച്ചു. നിന്റെ ഡ്രാമ മതിയാക്കിയിട്ട് എന്താ നടക്കുന്നത് നീ കൃത്യമായിട്ട് പറ. സത്യം പറഞ്ഞാല് എനിക്ക് വളരെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ റിലേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് ഹായ് ഹലോ എന്ന് പറഞ്ഞ് എനിക്ക് ആ കുട്ടി മെസ്സേജ് അയച്ചു. അപ്പൊ നമ്മൾ സാറിനെ പോലെ എനിക്ക് കാഷ്വലായിട്ട് ഞാൻ സംസാരിച്ചു. പക്ഷെ സംഭവം എവിടെയെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ വിളിച്ചപ്പോൾ ഞാനും സംസാരിച്ച് എന്ത് ചെയ്യുന്നു, അപ്പൊ ഞാൻ ഇതുപോലെ കല്യാണം കഴിച്ചു എന്നൊക്കെ ഞാനും പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഓരോ മണിക്കൂറാണ് നീ കഴിച്ചോ കുടിച്ചോ ചോദിക്കുന്നത്. അതെ, അവർക്ക് മെന്റലി എന്തോ ഡിപ്രഷൻ ഉണ്ടാകുന്നു. 5 മിനിറ്റ് സംസാരിക്കുന്നതാണ് ഡിപ്രഷൻ. അപ്പൊ കുറെ കഥകളൊക്കെ ഞാൻ കേട്ടു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഞാൻ അവളെ പറ്റി തിരക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. എന്നോട് എന്തിനാ കല്യാണം ആലോചിക്കണ്ടോ? അല്ല, ഇത് ശരിക്കും പറഞ്ഞ ഇതൊരു സത്യസന്ധമായ കാര്യമാണോ അതന്നെ ആരെയും പറ്റിക്കാൻ നോക്കുന്നതാണോ എന്ന് നോക്കാൻ വേണ്ടിട്ട്. നിന്നെ ആര് പറ്റിക്കാൻ? അത് നീയും അല്ലെങ്കിൽ എന്തോ നിക്കിയും കൂടെ ഒക്കെ ചേർന്ന് പറ്റിക്കാൻ. അവളെ പറ്റിച്ചിട്ടുണ്ട്, അവളുടെ ഫ്രണ്ട് ചേർന്നിട്ട്. അപ്പൊ ഇതാന്നും പറഞ്ഞ് അവനെ വിളിച്ചപ്പോഴും ഞാൻ ഇതൊക്കെ സത്യസന്ധമായ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഈ കുട്ടി മരിച്ചിട്ട്, അതായത് എന്നോട് പോയി സംസാരിച്ചോണ്ടിരിക്കുന്നത് കുട്ടി മരിച്ചിട്ട് 1 കൊല്ലമായി എന്ന് പറഞ്ഞു അവൻ. ഇതാണ് ഞാൻ അവിടെ അപ്പൊ അവനോട് ചോദിച്ചത്. ആ കൊച്ചു മരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇവളങ്ങനെ എന്നോട് സംസാരിക്കും. അപ്പൊ നിനക്കാണ് മെസ്സേജ്? അതാണ് എനിക്കറിയാൻ പറ്റുന്നത്. ഞാൻ വിചാരിച്ച നീയും നിക്കിയും കൂടെ ചേർന്ന് നടത്തുന്ന വല്ല ഉടായ്പ പരിപാടിയാ, ഫേക്ക് അക്കൗണ്ടിൽ കൂടെ മെസ്സേജ് അയക്കുന്നതാണ്. എടാ, എനിക്ക് നിന്റെ അമ്മയെ നല്ല സംശയമുണ്ട്. അമ്മയെ എങ്ങനെയാ അത് അറിയാനാ? എൻ്റെ അടുത്ത് അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചായിരുന്നു. നീ സ്കൂൾ ടൈം തൊട്ടിട്ട് നിനക്ക് കുറെ കാമുകന്മാരുണ്ടെന്നോ, ഓരോ ദിവസം ഓരോരുത്തരുടെ പേര് പറയുന്നോ. നിരഞ്ജന രാധാകൃഷ്ണനോ? നിരഞ്ജന രാധാകൃഷ്ണൻ? അത് തന്നെ 10ാം ക്ലാസ്സിൽ പഠിച്ചേ. ഈ കുട്ടി മരിച്ചതാ. ഈ കൊച്ചു മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞു. എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്ന കുറച്ച് ദിവസം മുന്നേ വரைക്കും നീ അവളുടെ പേര് അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ കൂട്ടിക്കൊണ്ടിരുന്നതിന് കുറച്ച് ദിവസം മുമ്പ് നിന്റെ കൂടെ അല്ലേ ബാംഗ്ലൂര്? ഞാൻ ഇവിടെ വന്നിട്ട് എത്ര ആളായി? ശരിയാണല്ലോ. ഈ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് വെളിവില്ലാതെ? ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ആരുടെ പേരായി എനിക്ക് ഇത്രയും പറയാന്? ഞാൻ ആകെ നിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയത്തില്ല ഇത് സംഭവം. ഇതാണ്, ഈ കുട്ടി മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അറിയണം, നീയാണോ അവളാണോ എന്നെ പറ്റിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്.
ഇനി അമ്മയെ കാണുവാണോ ഇത്? സാധ്യതയുണ്ട്. ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമാണ്. നിന്നെ വിളിച്ചോണ്ട് പോയിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് അമ്മയോട് ഞാൻ എത്ര പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്ര പേരെ ഇവിടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് അമ്മയോട് നമുക്ക് ചോദിക്കാം. എന്തേ? അപ്പൊ നിനക്ക് ബോധ്യാവുമല്ലോ. നമുക്ക് ചോദിക്കാം. ആ സുമതി അമ്മ വക്കാകുന്നുണ്ട്. അതെ അതെ. പിന്നല്ല, നമ്മുടെ തമ്പുരു കൊച്ചില്ലേ, അവള് നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സന്തോഷമായി. ആ അതാണ്, അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ആ ശരി ശരി, ഞാൻ വെക്കുക കേട്ടോ. ഇതൊക്കെ ഏതൊക്കെ വഴി കൂടെ വന്നെന്നറിയില്ല, ഒന്നും പറയാൻ വയ്യ ഇവിടെ ഇരുന്നു. ഓക്കെ ബൈ. സുമതിയമ്മ തമ്പുരു 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 തമ്പുരു. അപ്പൊ സുമതിയമ്മയും തമ്പുരു അമ്മയും കൂടെ ഉള്ള പരിപാടിയായിരുന്നല്ലേ? നിന്റെ അമ്മയുടെ ബുദ്ധി ഉണ്ടല്ലോ. അന്ന് വന്ന് ജീവിതം വെച്ചാ കളിക്കുന്നു.